പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ആദ്യം കണ്ടു BJP ഇവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ചിലർ എന്തൊക്കെയോ മണത്തു. BJP എന്തുകൊണ്ട് ഈ പ്രധാന ഉപതെരഞ്ഞെടുപ്പുകളിലേക്ക് BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നില്ല? തൃശ്ശൂരിലെ പാർലമെന്റിന്റെ ബാക്കിയാണോ ഇത് എന്ന് എല്ലാവരും മനസ്സിലൊന്നിത് ചിന്തിച്ചു. പിന്നെ മാധ്യമങ്ങളിലും എല്ലായിടത്തും സമ്മർദ്ദം വന്നപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ എവിടെ നിന്നൊക്കെയോ കണ്ടുപിടിച്ച് ഇപ്പം നിർത്തിയിട്ടുണ്ട്. ആ നിർത്തിയ സ്ഥാനാർത്ഥിയുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയാം. പക്ഷെ ഉദ്ദേശിക്കുന്നവരോട് ആ ഉദ്ദേശം, നിങ്ങളുടെ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല, ആ പൂതി നടക്കാൻ പോകുന്നില്ല എന്ന് മക്കളെ എന്നും മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കാരണം അവര് ഈ മിഞ്ഞാന്ന് സതീശൻ ഇന്നലെ പോയി കണ്ടു എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. ഒഡീസയില് ഒരു പുരോഹിതന് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണം എന്ത് ഭീകരമായിരുന്നു. അദ്ദേഹത്തിന് എഴുന്നേറ്റിരിക്കാൻ പോലും പറ്റുന്നില്ല. 80 വയസ്സ് കഴിഞ്ഞ ഒരു പുരോഹിതനെ അച്ഛനോട് പറയായിരുന്നു, 90 വയസ്സ് കഴിഞ്ഞ ഒരു അച്ഛനെ വലിച്ചിഴച്ചു കൊണ്ടുപോയിരുന്നു. രാത്രി 20-25 ഗുണ്ടകൾ കയറി അടിച്ച് തീർക്കായിരുന്നു. അവർ ഓടി രക്ഷപ്പെട്ടു കേരളത്തിലേക്ക് ചികിത്സക്ക്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഭരണമാറ്റം BJPക്കുണ്ടായ ഒഡീസയിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 7 സംഭവങ്ങളാണ് സമാനമായിട്ട് ക്രൈസ്തവരെ ആക്രമിക്കാൻ നടക്കുന്നത്. മുനമ്പത്തിന്റെ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല. എന്തെല്ലാം വാഗ്ദാനമായിരുന്നു. നിയമം അമിത്ഷായും അതുപോലെ തന്നെ നമ്മുടെ കിരൺ റിജ്ജു ഒക്കെ കൊടുത്ത വാഗ്ദാനങ്ങൾ എന്തൊക്കെയായിരുന്നു. ഇപ്പോഴെന്താ സംഭവിക്കുന്നത് നമുക്കറിയാം. ഇവർക്ക് മതചിഹ്നങ്ങളും പേരുകളും ഒക്കെ തന്നെ തിരഞ്ഞെടുപ്പിൽ വോട്ട് വാങ്ങാൻ വേണ്ടി മാത്രമുള്ള ഉപകരണമാണ് എന്ന് ഓരോ ദിവസവും അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ BJPയുടെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനവും സംശയം വേണ്ട, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം ഇവിടെ നടക്കില്ല എന്ന് വരുത്തും. കാരണം കേന്ദ്രത്തിന്റെ മോഡി സർക്കാരിന്റെ ജനവിരുദ്ധമായ നയങ്ങൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാനിവിടെ വീണ്ടും ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കഴിഞ്ഞ 9 വർഷക്കാലമായി ജനങ്ങൾ അനുഭവിക്കുന്ന കെടുതികൾ, കഷ്ടപ്പാടുകൾ, വേദനകൾ, സങ്കടങ്ങൾ, അവക്ക് പരിഹാരം തേടിയുള്ള യാത്രയുടെ പ്രധാനപ്പെട്ട നിർണായക നാഴികക്കല്ലാണ്. ഐക്യജനാധിപത്യ മുന്നണി കഴിഞ്ഞ 9 വർഷക്കാലം, നിങ്ങൾക്ക് പലപ്പോഴും പ്രളയം കൊണ്ടും കോവിഡ് കൊണ്ടും ഒക്കെ തന്നെ ഈ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും വഴിതെറ്റിപ്പിക്കാൻ ശ്രമം നടത്താൻ സാധിച്ചിട്ടുണ്ടാകുമായിരിക്കാം. പക്ഷേ ആ യഥാർത്ഥ പ്രശ്നങ്ങൾ കുന്നുകൂടി ജനങ്ങൾക്ക് സഹിക്കാവുന്നതിന്റെ അങ്ങേ അറ്റം നിൽക്കുകയാണ് ഇപ്പോൾ ഈ സർക്കാർ. ഈ സർക്കാരിൽ നിന്നൊരു മോചനം വേണമെന്ന് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ നെഞ്ചത്ത് കൈവച്ച് പറയുന്നുണ്ട്. പുറത്തു പറയാൻ പേടിയായിരിക്കും. ആ സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായ നാഴികക്കല്ലാണ് ഈ തെരഞ്ഞെടുപ്പ്. ഇവിടെ പോരാട്ടം ഐക്യജനാധിപത്യ മുന്നണിയും അതുപോലെ LDFും തമ്മിലുള്ള പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. ഈ പോരാട്ടത്തിൽ വഴിതിരിച്ചുവിടാൻ ആരെങ്കിലും ഒക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത് അതൊന്നുമല്ല. ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന പ്രശ്നം ഇടതുപക്ഷ മുന്നണിയുടെ ദുർഭരണത്തെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക എന്നതാണ്. അതിന് നിലമ്പൂരിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബാപ്പൂട്ടി, ഞാൻ ആര്യാടൻ ഷൗക്കത്തിനെ അങ്ങനെ വിളിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നിലമ്പൂരുകാർക്കും അങ്ങനെ വിളിക്കാനാണ് ഇഷ്ടമെന്ന് എനിക്കറിയാം. ബാപ്പൂട്ടിക്ക് ഒരു വോട്ട് ഈ മണ്ണിൽ, ഈ നാടിൽ ഒറ്റക്കായിരിക്കില്ല. ഉപതെരഞ്ഞെടുപ്പ് ജയിച്ച് ഈ മണ്ഡലത്തിന് MLA ആയാൽ ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിന്റെ വികസനത്തിന് വേണ്ടി ഈ UDF നിര ഒറ്റക്കെട്ടായി നിലമ്പൂരുകാരോടൊപ്പം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ബാപ്പൂട്ടിയെ മുനിസിപ്പൽ ചെയർമാൻ എന്നതിൽ നന്നായിട്ട് ഷൈൻ ചെയ്തിട്ടുള്ള മുനിസിപ്പൽ ചെയർമാൻമാരുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു ബാപ്പൂട്ടി. എനിക്കറിയാം, ശ്രീ രാഹുൽ ഗാന്ധിയും ശ്രീമതി പ്രിയങ്ക ഗാന്ധിയും ഇവിടെ മത്സരിച്ചപ്പോൾ ആ തെരഞ്ഞെടുപ്പുകളൊക്കെ ഞാൻ നേരിട്ട് കണ്ടതാണ്. എല്ലാ മേഖലകളിലും, മലയോര മേഖലകളിലും, എല്ലാ മേഖലകളിലെയും പാവപ്പെട്ടവരെയും സാധാരണക്കാരെയും നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ മുന്നോട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ബാപ്പൂട്ടിയെ, ആര്യാടൻ ഷൗക്കത്തിനെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് ഈ നാട്ടിലെ മാറ്റത്തിന് നാന്ദി കുറിക്കാൻ നിലമ്പൂരുകാർക്ക് കിട്ടിയിരിക്കുന്ന ഈ അവസരം വിനിയോഗിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.
UDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു KC വേണുഗോപാൽ. അതിൽ മുഖ്യമന്ത്രിക്ക് രൂക്ഷ വിമർശനം, സർക്കാരിന് വിമർശനം, വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി. ഏതാനും നാൾ മുമ്പ് നടത്തിയ ഒരു അഭിമുഖം മുതൽ അദ്ദേഹം എടുത്തു പറയുകയായിരുന്നു. ഇപ്പോൾ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് UDF കൺവെൻഷൻ നടക്കുന്ന വേദിയിലേക്ക് എത്തുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. KC വേണുഗോപാൽ നേരത്തെ വിമർശനം ഉന്നയിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ചതി എന്ന പ്രയോഗമാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അവിടെ നടത്തിയത്. അത് പറയാൻ ഏറ്റവും അനുയോജ്യൻ മുഖ്യമന്ത്രി തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തന്റെ പ്രസംഗം KC വേണുഗോപാൽ ആരംഭിച്ചത്. അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ നാളുകൾക്ക് മുൻപ് ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിൽ മലപ്പുറത്തെ എതിരെ അദ്ദേഹം നടത്തിയ ചതിപ്രയോഗം എന്ന് പറയുകയാണ്. സ്വർണ്ണക്കടത്ത്, കള്ളപ്പണം ഇത് ദേശദ്രോഹ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്നുള്ളത് ആ ജില്ലയുടെ കാര്യം മാത്രം എടുത്തു പറഞ്ഞുകൊണ്ട് ജില്ലയെ സംശയമുനയിൽ നിർത്തുകയായിരുന്നു മുഖ്യമന്ത്രി. അങ്ങനെ ഒറ്റപ്പെടുത്തി ചതിപ്രയോഗമാണ് മലപ്പുറം ജില്ലയോട് മുഖ്യമന്ത്രി കാണിച്ചത് എന്ന് പറയുകയാണ്. പാണക്കാട് തങ്ങളെ അപമാനിച്ചു മുഖ്യമന്ത്രി എന്ന് പറയുന്നു. ഒപ്പം തന്നെ മറ്റൊരു ചതിപ്രയോഗം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് തൃശ്ശൂരിൽ LDF സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ഏത് തരത്തിലേക്ക് തൃശ്ശൂർ പൂരം കലക്കി സുരേഷ് ഗോപിക്ക് വിജയം സമ്മാനിച്ചു എന്നുള്ളത്. ഒപ്പം ആശാ വർക്കേഴ്സിന്റെ സമരം, ക്ഷേമ പെൻഷൻ കൊടുക്കാത്തത്, ദേശീയപാത തകർന്നത്, BJPക്കുമുണ്ട് വിമർശനം. കൂടാതെ ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറയുന്നത് ഇവിടെ പോരാട്ടം നടക്കുന്നത് LDFും UDFും തമ്മിലാണ്, അത് വഴിതിരിച്ചുവിടാൻ മറ്റു ചിലർ ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. 9 വർഷമായി ജനം അനുഭവിക്കുന്ന കെടുതിക്ക് പരിഹാരം തേടിയുള്ള യാത്രയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്നാണ് KC വേണുഗോപാൽ വ്യക്തമാക്കിയത്. ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് UDF കൺവെൻഷൻ നടക്കുന്ന ഇടത്തേക്ക് എത്തുകയാണ്.